ഗൈസ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ KTU 2024 ഫസ്റ്റ് സെമസ്റ്ററിന് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലുണ്ട്, ജോയിൻ ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാഫിക്സിന്റെ മൊഡ്യൂൾ 4 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, 15 മാർക്ക് എങ്ങനെ ഉറപ്പിക്കാം എന്നതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡാണ്. സോ നോക്കുക, എന്താണ് മൊഡ്യൂൾ 4 വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഒരേ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ മൊഡ്യൂൾ 4 പഠിക്കാനുള്ളത്. അതായത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നിങ്ങൾ എങ്ങനെയാണ് ഐസോമെട്രിക് സ്കെയിൽ എടുക്കണം എന്ന് അറിയണം. ഐസോമെട്രിക് വ്യൂ അതിന്റെ പ്രൊജക്ഷൻസ് പഠിക്കണം. ഏതിന്റെയൊക്കെ പഠിക്കണം ഗൈസ്? പ്രിസം, പിരമിഡ്, കോണ്, സിലിണ്ടർ, സ്പിയർ, ഹെമിസ്പിയർ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്താണെന്നറിയോ? സ്പിയറും ഹെമിസ്പിയറിലും ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതി. പക്ഷേ ഇതിന്റെ കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് 15 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. ഇതിൽ നിന്ന് രണ്ട് ഷേപ്പ് തരും. ആ രണ്ട് ഷേപ്പ് എങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നതെന്ന് പറയും. അതിന്റെ എന്ത് വരയ്ക്കേണ്ടി വരും? നിങ്ങൾ ഐസോമെട്രിക് വ്യൂ വരയ്ക്കേണ്ടി വരും. അതായത് കോമ്പിനേഷൻസിന്റെ ഐസോമെട്രിക് വ്യൂ. എങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 15 മാർക്ക് കിട്ടും. സോ അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. നോക്കിയേ, സോ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിയേ, ഹെമിസ്ഫിയർ ആണ് നമ്മൾ പറഞ്ഞ സോളിഡ്സിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഹെമിസ്ഫിയർ ആണ്. അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അത് എവിടെയാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്? സെൻട്രലി ആയിട്ട് എവിടെയാണ്? ടോപ്പ് ഓഫ് എ സ്ക്വയർ. അതായത് കോമ്പിനേഷൻ. ഇവിടെ ഹെമിസ്ഫിയറും ഉണ്ട്, അതുപോലെ തന്നെ അവിടെ എന്തുണ്ട്? ഒരു സ്ക്വയർ പ്രിസം ഉണ്ട്. അത് ഹെമിസ്ഫിയറിൽ സ്ക്വയർ പ്രിസം റെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന തരത്തിൽ. എന്നിട്ട് അതിന്റെ ബേസ് എഡ്ജും തന്നിട്ടുണ്ട്. സോ ഹെമിസ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ റേഡിയസ് മാത്രമാണ് അതിന്റെ പാരാമീറ്റർ ആയിട്ട് വരുന്നത്. സ്ക്വയർ പ്രിസം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബേസ് എഡ്ജാണ് വരുന്നത്. പിന്നെ എന്തുണ്ട്? ഹൈറ്റും ഉണ്ട്. സോ ഇത്രയും കാൽക്കുലേഷൻസ് തന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സർക്കുലർ ഫേസ്. ഒരു ഹെമിസ്ഫിയറിന്റെ സർക്കുലർ ഫേസ്. സാധാരണ ഒരു ഹെമിസ്ഫിയർ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഓക്കെ, ഇതിന്റെ സർക്കുലർ ഫേസ് എവിടെയാണ്? അപ്വേർഡ്സ് ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കാം. എന്നിട്ട് അതിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ പറയുന്നു. സോ സിമ്പിൾ ആണ് ഗൈസ്. രണ്ട് സോളിഡ്സിന്റെ ഒരു കോമ്പിനേഷൻ തരും, അതിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ പറയും. അങ്ങനെയാണ് എങ്കിൽ മൊഡ്യൂൾ 4 നിന്ന് നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടും. സോ ഇത് മാത്രമാണ് മൊഡ്യൂൾ 4 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, വിച്ച് ഈസ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ക്വസ്റ്റ്യൻ വരുന്നത് കോമ്പിനേഷൻ ആയിരിക്കും. സോ ഇതിന്റെ അനവധി പ്രഡിക്ഷൻ ക്വസ്റ്റ്യനുകളുമായിട്ട് നമ്മൾ വരും. കാത്തിരിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം.